250 റേറ്റ്. പക്ഷെ 225 വെച്ചേ കൂട്ടിയിട്ടുള്ളൂ. അപ്പൊ താണ്ടേ 20,250. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തൂടെ? എന്നാ പിന്നെ 250 രൂപയാക്കാം. എന്നിട്ട് അതിന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ മതിയോ? അത് വേണ്ട, 225 കൂട്ട്. ഇത് നാട്ടുകാരുടെ പൈസയല്ലേ, വീട്ടിൽ നിന്നുകൊണ്ടൊന്നും അല്ലല്ലോ. ആ കാശും കെടു. നീ ഇത് മുൻകൂട്ടി കണ്ടു അല്ലേ? ഞാൻ എത്ര കാട് തരുന്നു. എന്തായാലും കൊടുത്തിട്ട് വാ, ഞങ്ങൾ പുറത്തുണ്ടാവും. ഒന്ന് പോക്കട്ടെ. ദേവി വേടാ. അമ്പട്ടാ എന്താ എനക്ക് തരുവാ? എന്തിന്? തോക്ക്. ഇതൊന്ന് വെക്കട്ട്, എന്നിട്ട് നമുക്ക് നോക്കാം. കാട്ടുന്നോ തരുന്നില്ല. ഇതിന്റെ ഉള്ളിലില്ലെങ്കിലും വെടിവെച്ചിട്ടല്ലോ. പുതിയ ജനറേഷൻ പിന്നെ എങ്ങനെ കാര്യങ്ങൾ പഠിക്കല്? ആദ്യം ഇതെല്ലാം നോക്കി കണ്ട് പഠിക്ക്, എന്നിട്ട് നമുക്ക് വെടിവെക്കാം. 20,500. 20,500? 250 ഇല്ലല്ലോടാ. 250 ടൗണിൽ ഇറങ്ങുമ്പോ തരാം, പോരെ? എന്റെ പൊന്നെ ചേച്ചി ചതിക്കില്ല, അതേ ഉള്ളൂ. ഇന്ന് നോക്കി ചേച്ചി. എടാ ചില്ലറില്ല. എന്നാലേ നോക്കി പഠിക്കാം. ഇല്ല കൊണ്ടൂല. ഒന്നിങ്ങ് വന്നേ. കണ്ണേട്ടാ, കണ്ണേട്ടാ, അങ്ങോട്ട് വേണ്ടിയുണ്ടു. കണ്ണേട്ടാ, കണ്ണേട്ടാ. അത് ശരി. ഒരാളാടെ വെടി വേണ്ടി ചാവാൻ കിടക്കുമ്പോ നിങ്ങളുടെ കുരുമുളക് ഇട്ട് മസാല ഇളക്കി കൊണ്ടിക്ക. എടാ ഞാനതിന് എന്റെ കണ്ണേട്ടാ, ചാക്ക് പൊട്ടിയതാടാ. ഒന്ന് വന്നേ. ക്ഷീണം ഒന്ന് സ്കാനിങ്ങിന് പോകണം. അതൊരു ചെറിയ പ്രശ്നമുണ്ട്. പന്നി കാട്ടുന്ന കിട്ടിയതല്ല. അപ്പൊ ഇത് മറ്റേ നേരിന്റെ ഫാമിൽ നിന്ന് മേടിച്ച. നേരിന്റെ അമ്മ അറിഞ്ഞു വേറെ ആരോട് പറയുന്ന കണ്ട? ആരോട് പറയാ? നീ ഞാൻ ആരോട് പറയുന്ന? ചന്ദ്രൻ നിൽക്കുന്ന വലിയ മൈൻഡാക്കണം. സുധാരാ, ഏത് കാട്ടുന്ന അതിനെ പിടിച്ചില്ലേ? ഉഷ്ണമേഖല മഴക്കാട്ടുന്ന്. എന്തേ പോരുന്നാ? കണ്ണാ, മേരിന്റെ ഫാമിലി പോയിട്ട് പന്നീനെ മണിക്കാനും അറിയാം, അതിന്റെ പെയിന്റ് പഠിക്കാനും അറിയാട്ടാ. അടിച്ചോന്നല്ലാട്ടാ, അത് വെടിവെച്ചൊരു കുണ്ടിലൂടെയാണ്. ബാലട്ടാ, നിങ്ങൾ വെറുതെ ചൊറയാക്കാൻ നിൽക്കല്ലേ, നമുക്ക് തെയ്യം ഇറങ്ങണ്ടതാ. ആയിക്കോട്ടെ, ഇപ്പൊ കാര്യം നടക്കട്ടെ, നമുക്ക് കമ്മിറ്റി വെച്ച് കാണാലോ. കമ്മിറ്റി കൂടുമ്പോ കാണാം. നോക്കണ നീ തോക്ക് കൊടുക്കാനുള്ള പരിപാടി നോക്കും. മാറിക്കങ്ങോട്ട്. അമ്മിണി ഇളക്കിയിട്ടുണ്ട് കേട്ടാ, കുടിച്ചോ കുടിച്ചോ. കഴിക്കുന്ന ഞാൻ വാ, അമ്മയെ കാണേ. എടാ ഭാസ്കര, ലേശം ബുദ്ധിമുട്ടിയേ, പക്ഷെ എന്നാലും നല്ല ചെമ്മ കണ്ട സാധനമാണ്. ആള് നല്ല ഉസാറാണ്. നീ ഒരു കാര്യം ചെയ്യ്, അതിനാഴ്ച ഉക്ക് കെട്ടു നോക്കാല. നമുക്കിവിടെ പ്രാർത്ഥന തുടങ്ങാം. മോളെ നിന്റെ കുരുത്തക്കേട് ഇതിലെന്താവും ശരിയാവും. ശരിയാക്കണം. അമ്മേ, എടാ നീ വരുമ്പോ സോപ്പ് മേടിക്കണേ, മറക്കല്ലേ. സോപ്പ് നിങ്ങളെന്താ തിന്നല? നീ മാറ്റിയിടുമ്പോ അതെല്ലാം അലക്കി തരണ്ടേ? ഓ, ഇളയപ്പനൊന്നും കാണാനും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഓനെന്തെങ്കിലും
ആയിക്കോട്ടില്ല, നീ എന്തിനാ നോക്കുന്നത്? ആ ബായി വരാനൊന്നും പോകുന്നില്ല. ഞാൻ പോട്ട്. നീ കൊണ്ടുവരാ, കുറച്ച് അടുപ്പിച്ച് എടുത്ത്. കാള വരേണ്ടതും കണ്ണനെ ആക്രമിച്ചതും ചാത്തന്റെ ശാപമാണോ, അതോ പ്രാക്കാണോ, അതോ മൊബൈലിൽ കണ്ട നടിയുടെ വീഡിയോ ആണോ എന്നൊന്നും അറിയില്ല. എന്നാലും ഒരു കാര്യമില്ലെങ്കിലും ഒരാൾ വീണ് കിടക്കുമ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അതിപ്പോ ഏതൊരു പാർട്ടിക്കാരാണെങ്കിലും പിന്നെ പറയുകയും വേണ്ട. വിദ്യേ, രണ്ട് കൈയും പോയിന്നാ കേട്ടിന്. ഇനിയും കുറച്ച് വെള്ളം കുടിക്കും. അതങ്ങനെ വരൂ ചന്ദ്ര. എള്ളിക്കുറിശിയപ്പൻ എന്ന് പറഞ്ഞ ആള് ചില്ലറക്കാരനാ. നാടൻ മന്തിനെ കൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ പറ്റും. പക്ഷെ മൂപ്പരെല്ലാം നോക്കി കണ്ട് കൊടുക്കും. അല്ല, നീ പോയത് അത് നോക്കാനാ? ഞാൻ ആ കാര്യം പറയാനല്ലേ ഇടന്നത്. അന്നേരം സന്തോഷമുള്ള ഒരു കാര്യം കേട്ട് ഞാൻ നിന്നോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. പോയ കാര്യം പറ. എടാ, ഓളെ അച്ഛനും ബന്ധുക്കൾക്കും നിന്നെ പിടിച്ചില്ല. ഓക്കോ? ഓക്കും. മാറി മാറി. വിദ്യേ, നീ അത് വിടു വിദ്യേ. നമ്മുടെ തമ്പാട്ടന്റെ അടുത്തേ പേരെയും കുട്ടിയിരുന്ന കേട്ട് നമ്മക്കത് പോയി നോക്കാ. ആ കിടു കുട്ടിയാന്നാ കേട്ട്. ശരിയണ്ടല്ലേ. അമ്മച്ചി ചാണകം വെള്ളം കൊടുക്കുന്നു. ഗോൾഡ് ഈസ് ഗോൾഡ്. മോള് പല്ലിയേക്കൊന്ന് ഇരുന്നിട്ട്. കണ്ണനെ കണ്ടിട്ട് ആവശ്യമുണ്ടായിനി. ഓ ആയിക്കോട്ടെ. ഇതൊന്നും നിങ്ങളുടെ കയ്യിലൊരു കവറല്ലോ. നാരങ്ങാണെങ്കിൽ രണ്ടെണ്ണം താ. അതിന്റെ ഏട്ടനോട് തന്നെ വിളിച്ചോ. എന്നാമോ ഈ പെണ്ണെന്നിങ്ങനെ കണ്ണാ, കണ്ണാ, നിങ്ങളെന്താ വൈകീന്? കട കുത്തി തുറന്ന് എടുക്കാൻ പറ്റില്ല. തുറക്കണ്ടാ. 3 എണ്ണം മേടിച്ചിരി. വില കുറഞ്ഞാൽ നല്ല ഷഡ്യാന്നറ. മെല്ലെ എണീക്കറ നീ. നോക്കണേ, ഇനി അലക്കാൻ നിക്കണ്ടാട്ടാ. കണ്ണാ, ഇനി ഇടക്കിടക്ക് എനക്ക് വരാൻ പറ്റൂലടാ. ഇനി എല്ലാം നീ എന്നെ നോക്കണം. ഞാൻ ഒറ്റക്കാ. എങ്ങനെ രവിയേട്ടാ? നീ കക്കൂസ് പോയിനാ? ഒന്ന് പെട്ടെന്ന് ബാ, പോയിട്ട് വരാം. കണ്ണാ, നീ കളിക്കല്ലേ. എനിക്ക് പോയിട്ട് എന്തെല്ലോ പണിയുണ്ട്. എനിക്ക് വീട് നേരം പിടിച്ചു വിട്ടറാ. എങ്ങനെയാ രവിയേട്ടാ അമ്മേനെ ഹരിതനെയൊക്കെ വിളിക്കുക? ആ പ്രായ ഇതാ പറയുന്ന സമയത്ത് കല്യാണം കഴിക്കണത്. അന്നേരം ഇതാ എല്ലാം ചെയ്യും. കക്കൂസ് പോകാനും ഷഡ് ഇടാനും ഒന്നിനും ചൊറയില്ല. കല്യാണം കഴിക്കുന്ന ഷഡ് ഇടാനും കക്കൂസി കൂട്ടി പോവാനുവാ. എന്താ സംശയം? എന്റെ ഭാര്യ കിടന്നപ്പോ ഞാനാ നോക്കിനി. ഒരു കുഴപ്പമില്ലായിരുന്നു. കണ്ണാ, നീ വിഷമിക്കണ്ടറാ. കണ്ണുണ്ടെങ്കിലേ കണ്ണിന്റെ വിലയേറിയൊരു കണ്ണാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഒരു കല്യാണം കഴിക്കടാ. അല്ല കണ്ണ, അടുത്തുണ്ടാവുമ്പോ നീ കെട്ടുന്നത് മോശല്ലേ? ഇവിടെ ഓക്കത്ര ആലോചന വന്ന് ലോകത്തില്ലാത്ത ഡിമാൻഡ്. ഭൂലോക രമ്പ്യാന്ന അവളെ വിചാരം. ഓളെ കാര്യത്തിൽ ഇടപെടണമെന്ന് അവള് പറയുന്നു. അങ്ങനെ അവിടെ ഞാനൊന്നും പറയാൻ നിൽക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നീ ധൈര്യമായിട്ട് വീട്ടിൽ പോയിട്ട് പറ. എനിക്ക് ധൈര്യത്തിനും തുറവ്. പിന്നെന്ത്, നാണോ? ചെറിയൊരു നാണം അമ്മേനോട് പറയുമ്പോഴേ. പക്ഷേ നീ കൂടെ ഒന്ന് വാടാ. സീരിയൽ കാണാമല്ലോ. അമ്മേ, എന്നാ ഇത് കൊണ്ടേക്കോ, വീണ്ട. കൊല്ലാണ് ഈ ചേട്ടൻ. വേറെ ചേട്ടൻ. അമ്മേ, അമ്മ കുറച്ച് വെള്ളം തരുവാ. ആ മേശപ്പുറത്തിട്ടാ. ഇത് തണുത്ത ഐസ് പോലെ. ഞാൻ വരുന്നേ.
ഇത് നല്ല ചൂടുണ്ടല്ലോ. പിന്നെ നിനക്ക് തളച്ചോളാ വേണ്ട. അവിടെ ഇരിക്കേ, ഞാൻ ചൂടാക്കി തരാം. അമ്മേ എനിക്കൊരു കാര്യം സീരിയസ് ആയിട്ട് നിങ്ങളോട് പറയാം. കൈക്കൊന്നും ഇല്ല തള്ളെ ബെർപ്പിക്കണ്ട് പറയുന്നത്. അതല്ല, ഞാൻ പ്രഭാകരന്റെ വീട്ടിൽ കൂടുതൽ പോയാലോ കമ്പനിക്കാർക്കല്ല ഒരേ നിർബന്ധം. പുതിയ വീട് വെക്കാനാ? മണ്ട ഗുണാപ്പി അതൊന്നും അല്ല. എല്ലാരും പറയാ കണ്ണാ 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 എനിക്കൊരു കല്യാണം കഴിച്ചൂടേന്ന്. ഞാൻ പറഞ്ഞു അമ്മക്ക് ഇഷ്ടമുള്ള കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കൂന്ന്. അമ്മേന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. നീ എന്താ പ്രാർത്ഥന കേട്ടു? കേട്ടു ഞങ്ങയും കേട്ടു.